ബി.ജെ.പി. സർക്കാർ ആവുന്നത്ര വർഗീയ വിഷം വിതറിയ സംസ്ഥാനമാണ് കർണാടക. ബി.ജെ.പി. ആദ്യമായി അധികാരം പിടിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കർണാടകയിൽ പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം ബി.ജെ.പിയെ പുറത്തിരുത്തി. വീണ്ടും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാരിന് ഭരിക്കുവാനുള്ള അവസരമാണ് കന്നഡിഗർ നൽകിയത്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉത്തരേന്ത്യയിൽ അഴിച്ചുവിട്ട വർഗീയ വിഷമാണ് കന്നഡയുടെ മണ്ണിൽ ബി.ജെ.പി. പയറ്റിയത്. ജനം പടിയടച്ച് പിണ്ടം വെച്ചതോടെ ബി.ജെ.പി. എന്നേക്കുമായി ദക്ഷിണേന്ത്യയിൽ നിന്നും പുറത്തായി കഴിഞ്ഞു. തെലുങ്കുദേശം പാർട്ടിയുമായി ചേർന്ന് ഭരിക്കുന്ന ആന്ധ്രാപ്രദേശ് മാത്രമാണ് അതിനൊരു അപവാദം. കർണാടക മണ്ണിൽ ബി.ജെ.പി. വിതച്ച വർഗീയ വിഷം തുടച്ചു നീക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു. അതിലേക്കുള്ള വഴിവെട്ടുന്നുണ്ട് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ. ഏറ്റവും ഒടുവിലായി കർണാടകയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ ഹിജാബ് ഉൾപ്പെടെയുള്ള മതപരമായ വസ്ത്രങ്ങൾക്കും ചിഹ്നങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന നിരോധനം നീക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി നൽകിയ ഉറപ്പാണ് സർക്കാർ ഉത്തരവിലൂടെ നടപ്പിലാക്കിയത്. 2022 ഫെബ്രുവരിയിൽ അന്നത്തെ ബി.ജെ.പി. സർക്കാർ നടപ്പിലാക്കിയ വിവാദ ഉത്തരവ് പിൻവലിച്ചാണ് സിദ്ധരാമയ്യ സർക്കാർ ഈ സുപ്രധാന തീരുമാനമെടുത്തത്. ഇതനുസരിച്ച് സ്കൂളുകളിലും പ്രീ യൂണിവേഴ്സിറ്റി കോളേജുകളിലും നിർദ്ദിഷ്ട യൂണിഫോമിനൊപ്പം പരിമിതമായ രീതിയിൽ മതപരമായ ചിഹ്നങ്ങൾ ധരിക്കാൻ വിദ്യാർത്ഥികൾക്ക് അനുവാദമുണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ യൂണിഫോം നിർബന്ധമാണെങ്കിലും അത് പാലിച്ചുകൊണ്ട് തന്നെ ഹിജാബ്, തലപ്പാവ്, പൂണൂല്, ശിവധാര, രുദ്രാക്ഷി തുടങ്ങിയ മതപരമായ അടയാളങ്ങൾ ധരിക്കാമെന്ന് സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ മന്ത്രി മധു ബംഗരപ്പ വ്യക്തമാക്കി കഴിഞ്ഞു. മതപരമായ സ്വത്വം നിലനിർത്താൻ വിദ്യാർത്ഥികളെ അനുവദിക്കണമെന്നും വിദ്യാഭ്യാസത്തിൽ വിവേചനം പാടില്ലെന്നുമാണ് സർക്കാർ ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ നടന്ന കർണാടക CET പരീക്ഷയ്ക്കിടെ വിദ്യാർത്ഥികളുടെ പൂണൂൽ അഴിപ്പിച്ച സംഭവം അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. ഇത്തരം നടപടികൾ കുട്ടികളെ വേദനിപ്പിക്കുമെന്നും അത്തരം വിവേചനങ്ങൾ അവസാനിപ്പിക്കാനാണ് പുതിയ ഉത്തരവെന്നും മന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ യൂണിഫോമിനൊപ്പം ധരിക്കുന്ന ഇത്തരം ചിഹ്നങ്ങൾ യൂണിഫോമിനെ പൂർണ്ണമായി മാറ്റാനോ അതിന്റെ പ്രാധാന്യം കുറയ്ക്കാനോ പാടുള്ളതല്ലെന്ന് പുതിയ നിയമം നിഷ്കർഷിക്കുന്നുണ്ട്. അച്ചടക്കം, സുരക്ഷ, വിദ്യാർത്ഥികളെ തിരിച്ചറിയൽ എന്നിവയ്ക്ക് തടസ്സമാകാത്ത രീതിയിലായിരിക്കണം ഇവ ധരിക്കേണ്ടത്. മതപരമായ ചിഹ്നങ്ങൾ ധരിച്ചതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിക്കും പ്രവേശനം നിഷേധിക്കാനോ പരീക്ഷാ വിലക്ക് ഏർപ്പെടുത്താനോ പാടില്ലെന്നും കർണാടക സർക്കാർ ബി.ജെ.പി. ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അതേസമയം ഏതെങ്കിലും ചിഹ്നം ധരിക്കാൻ വിദ്യാർത്ഥികളെ നിർബന്ധിക്കാനും പാടുള്ളതല്ല എന്നും നിഷ്കർഷിക്കുന്നുണ്ട് പുതിയ ഉത്തരവിൽ. കുട്ടികൾ സ്കൂളിലെത്തുമ്പോൾ മതത്തിന്റെയോ ജാതിയുടെയോ പേരിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും അനുഭവിക്കാൻ ഇടയാക്കരുതെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിർദ്ദേശിച്ചതായി മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. സ്കൂൾ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റികൾ, കോളേജ് ഡെവലപ്മെന്റ് കമ്മിറ്റികൾ എന്നിവ ക്യാമ്പസുകളിൽ വിവേചനരഹിതമായ അന്തരീക്ഷം ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശവും സർക്കാർ പുറപ്പെടുവിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് രാഹുൽ ഗാന്ധി നൽകിയ ഉറപ്പാണ് സിദ്ധരാമയ്യ സർക്കാർ പാലിച്ചിരിക്കുന്നത്. 2022 ഹിജാബ് നിരോധനം ഏർപ്പെടുത്തിയത് സംസ്ഥാനത്ത് വലിയ പ്രതിഷേധങ്ങൾക്കും വർഗീയ സംഘർഷങ്ങൾക്കും വഴിമാറിയിരുന്നു. കർണാടക ഹൈക്കോടതി നിരോധനം ശരിവെച്ചെങ്കിലും സുപ്രീം കോടതിയിൽ ഭിന്നവിധി ഉണ്ടാവുകയും കേസ് വിശാല ബെഞ്ചിന് വിടുകയും ചെയ്യുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കർണാടക സർക്കാർ പഴയ ഉത്തരവ് പിൻവലിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് അവരുടെ മതവിശ്വാസം പിന്തുടരാനുള്ള സാഹചര്യം ഒരുക്കുന്നതിലൂടെ അവരെ വിദ്യാഭ്യാസത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് തടയാമെന്നാണ് ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു അഭിപ്രായപ്പെടുന്നത്. എന്തായാലും സർക്കാർ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത് ദേശീയ മാധ്യമങ്ങൾ പോലും വാർത്തയാക്കുന്നുണ്ട്. അത്രമാത്രം ഈ വിഷയം ബി.ജെ.പി. രാജ്യത്തെമ്പാടും ചർച്ചാ വിഷയമാക്കി എന്നതിന്റെ തെളിവ് കൂടിയായി ഇതിനെ വിലയിരുത്താം.